മിണ്ടിയാൽ വോട്ട് കളയുന്ന നേതാവാണോ എം സ്വരാജ്? ഉറപ്പായും ഞാൻ അത്തരം സന്ദേഹങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യാം. പക്ഷേ അങ്ങ് ഇത്രയും നേരം ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ ചർച്ച ആരംഭിച്ച് ഏതാണ്ട് 33 മിനിറ്റ്, കൃത്യം പരിശോധിച്ചാൽ 8 മണി 3 മിനിറ്റായി. കോൺഗ്രസിന്റെയും BJPയുടെയും 2 പ്രതിനിധികൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ ചർച്ചയുടെ 33 മിനിറ്റിനിടയിൽ അവർക്ക് കിട്ടിയ ആദ്യമദ്യാന്തമുള്ള അവസരം അത്രയും ഒരൊറ്റ കാര്യത്തിന് വേണ്ടി മാത്രമാണ് ചെലവഴിച്ചത്. എന്താണ് ആ കാര്യം? കേരളത്തിൽ കഴിഞ്ഞ 9 വർഷക്കാലത്തിനിടയിൽ അഭൂതപൂർണമായ മാറ്റങ്ങൾ വരുത്തി തീർത്തു എന്ന് ഞങ്ങൾ അവകാശപ്പെടുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിണറായി വിജയൻ സർക്കാർ അതിനെ സംബന്ധിച്ച് ഒരു വാക്കൊരു പറഞ്ഞില്ല. 9 വർഷക്കാലം നിലമ്പൂരിലും കേരളത്തിലും ഇനിയും ഒരു തുടർഭരണത്തിന്റെ തുടർച്ചയ്ക്ക് ജനങ്ങൾ കാതോർക്കുന്നുവെന്ന് ഞങ്ങൾ പറയുന്ന നിലമ്പൂരിലെ കേരളത്തെ മാറ്റങ്ങളെ സംബന്ധിച്ച് ഒരു വാക്കൊരു പ്രയോഗം, ഒരു വിയോജിപ്പ് അവർ പറയുന്നില്ല. ഈ നിമിഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങളുടെ പർവ്വത സമാനമായ വ്യക്തിത്വമെന്ന് ഞങ്ങൾ വിശേഷിപ്പിക്കുന്ന ഞങ്ങളുടെ സ്ഥാനാർത്ഥി സഖാവ് സ്വരാജിന്റെ പേര് അവതരിപ്പിച്ചപ്പോ 33 മിനിറ്റിലും തങ്ങൾക്ക് ലഭിച്ച മുഴുവൻ അവസരവും ഒരൊറ്റയാളെ വ്യക്തിപരമായി കുറ്റം പറയാനും ആക്ഷേപിക്കാനും അപഹസിക്കാനുമാണ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ്? അവർക്ക് സഖാവ് സ്വരാജിന്റെ പ്രഭാഷണത്തെ കുറ്റമാണ്, അവർക്ക് സഖാവ് സ്വരാജിന്റെ എഴുത്തിനെ പ്രശ്നമാണ്, അവർക്ക് സഖാവ് സ്വരാജിന്റെ നിലപാടിന്റെ പ്രശ്നമാണ്. ഞാൻ ആത്മാഭിമാനത്തോടുകൂടെ പറയുന്നു, കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ BJPക്കും കോൺഗ്രസിനും ഇത്രമേൽ അസഹിഷ്ണുത ഒരാളുടെ പ്രഭാഷണത്തോടും ഒരാളുടെ എഴുത്തിനോടും ഒരാളുടെ നിലപാടിനോടും ഒരാളുടെ കണിഷ്ഠതയോടും ഉണ്ട് എങ്കിൽ അതിൽ പരം അംഗീകാരം കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ നിലമ്പൂരിലെ മുഖമായി ഞങ്ങൾ അവതരിപ്പിക്കുന്ന സഖാവ് എം സ്വരാജിനും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനും കിട്ടാനേയില്ല എന്നുള്ളതാണ് ഈ 33 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ചർച്ചയിൽ നിന്ന് യുക്തിസഹമായി ചിന്തിക്കുന്നവർക്ക്, അങ്ങനെയുണ്ട്, യുക്തിസഹമായി ചിന്തിക്കുന്നവർക്ക് ബോധ്യമാകുന്നത്. രാഷ്ട്രീയം പറയുന്നത് ഇല്ല, വ്യക്തിപരമായി മാത്രം പറയുന്നു. യുദ്ധത്തിനെതിരെയുള്ള നിലപാട് എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്. നരവന എന്ന് പറയുന്ന നമ്മുടെ പട്ടാള മാതാവി പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വാചകം യഥാർത്ഥത്തിൽ സഖാവ് സ്വരാജ് പറഞ്ഞു. യുദ്ധം ഒരു ബോളിവുഡ് സിനിമയല്ല എന്ന് പറഞ്ഞത് ആരാണ്? ഇന്ത്യയുടെ പട്ടാള ഉദ്യോഗസ്ഥരുടെ പരമോന്നത പദവി അലങ്കരിക്കുന്ന ആളല്ലേ പറഞ്ഞത്? അതേ നിലപാട് തന്നെയല്ലേ നമ്മൾ അദ്ദേഹം വിശദീകരിച്ചത്. ആ നിലപാടിനെ ലോകമെമ്പാടുമുള്ള ഇടതുപക്ഷക്കാരുടെ, അല്പം കൂടെ വിശാലമായി പറഞ്ഞാൽ ഏത് അതിർത്തിയിലും സമാധാനവും സന്തോഷവും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആർദ്രതയുള്ള മനുഷ്യരുടെ നിലപാടാണ്. ആർദ്രതയുള്ള മനുഷ്യരുടെ നിലപാടും കലാപവും വർഗീയ കലാപവും നടത്തി അധികാരം പിടിച്ചടക്കണമെന്ന് ആഗ്രഹിക്കുന്ന നിരപരാധികളുടെ രക്തപങ്കിലമായ ചരിത്രത്തിലൂടെ എങ്കിലും രഥചക്രമുരുട്ട് ഡൽഹിയിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന കോൺഗ്രസിനും സംഘപരിവാരത്തിനും വിയോജിപ്പുണ്ട്. ആ വിയോജിപ്പുകൾ ഞങ്ങളുടെ പ്രതീകമായ സഖാവ് സ്വരാജ് ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിന്റെ അംഗീകാരമാണ്. ഒരു സംശയവും വേണ്ടതില്ല. എന്നിട്ട് പറഞ്ഞു എങ്ങോട്ടേക്കാണ് പോകുന്നത്? ചെറുപ്പക്കാർക്ക് അവസരമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആരാണ് ചോദിക്കുന്നത്? ഇതേവരെ സ്വന്തമായ ഒരു സ്ഥാനാർത്ഥി അവതരിപ്പിക്കാൻ കഴിയാതിരുന്ന BJPയുടെ അടക്കം പ്രതിനിധികൾ ചോദിക്കുകയാണ്, ചെറുപ്പക്കാർക്ക് അംഗീകാരമുണ്ടോ? അങ്ങ് കണ്ണു തുറന്ന് കാണുന്നില്ലേ? കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിൽ അങ്ങ് നോക്ക്. തിരുവമ്പാടി നിയോജക മണ്ഡലം, ഏത് ചെറുപ്പക്കാരനാണ് അവിടെ നിന്ന് MLA ആയി വന്നിട്ടുള്ളത്? ബാലുശ്ശേരി നിയോജക മണ്ഡലം, കല്യാശ്ശേരി നിയോജക മണ്ഡലം, മാവേലിക്കര നിയോജക മണ്ഡലം, കോന്നി നിയോജക മണ്ഡലം, വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലം. BJPക്കും കോൺഗ്രസിനും 1ഉം 2ഉം സ്ഥാനം ദീർഘകാലം അവകാശപ്പെട്ടുകൊണ്ടിരുന്ന അതേ വട്ടിയൂർക്കാവ് നിങ്ങൾക്ക് വോട്ടുണ്ടെന്ന് അല്പം മുമ്പ് നിങ്ങൾ പറഞ്ഞ അതേ സ്ഥലം ചെറുപ്പക്കാരെ നിർത്തിയിട്ടാണ്, യുവത്വത്തെ അവതരിപ്പിച്ചിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ കോട്ടകൊത്തളങ്ങളെ തകർത്ത് തരിപ്പണമാക്കിയത്. കോൺഗ്രസ് BJP ആധിപത്യത്തെ പഴങ്കഥയാക്കിയത്. ഇവിടെ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന ഭീതിതമായ രംഗം എന്താണ്? ഈ നിലമ്പൂർ അഭൂതപൂർണമായി സഖാവ് സ്വരാജിനെയും അതുവഴി ഇടതുപക്ഷ രാഷ്ട്രീയത്തെയും ഹൃദയം പകുത്തുകൊടുത്ത് സ്നേഹിച്ചാൽ, സ്വീകരിച്ചാൽ തകർന്ന് തരിപ്പണമാകാൻ പോകുന്നത് കേരളത്തിലെ കോൺഗ്രസും അവർ B ടീമായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യയിലെ സംഘപരിവാരവുമാണ്. അനിവാര്യമായി സംഭവിക്കാൻ പോകുന്ന മഹാദുരന്തത്തെ പേടിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ, അതിന്റെ അഭിമാനാർഹമായ പ്രതീകമായ സ്വരാജിനെ വ്യക്തിപരമായി ആക്ഷേപിച്ചുകൊണ്ടും അവഹേളിച്ചുകൊണ്ടും ഒരു ജൈത്രയാത്രയും നിങ്ങൾക്ക് തടയാനാകില്ല. ബൈബിൾ പറയുന്ന സുന്ദരമായ ഒരു വാചകമുണ്ട്. അത് ഒറ്റ വാചകം. ബൈബിൾ പറയുന്ന സുന്ദരമായ ഒരു വാചകമുണ്ട്. കോൺഗ്രസിന്റെ BJPയുടെ പ്രതിനിധികൾ ഓർമ്മിരിക്കേണ്ടതാണ്. അത് യോഹന്നാൻ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതാണ്. എന്റെ പിന്നാലെ വരുന്നവന്റെ വാറഴിക്കാൻ എനിക്ക് യോഗ്യതയില്ല, ചെറുപ്പിന്റെ വാറഴിക്കാൻ എനിക്ക് യോഗ്യതയില്ല എന്ന് പറയുന്ന ഒരു വാചകമുണ്ട്. അങ്ങ് സത്യസന്ധമായി പരിശോധിക്കാൻ, രാഷ്ട്രീയത്തിൽ, നിലപാടിൽ, എഴുത്തിൽ, പ്രഭാഷണത്തിൽ, അഭിമാനാർഹമായ ഇടപെടലുകളിൽ സഖാവ് എം സ്വരാജിനോട് കിടപിടിക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരാൾ, ചെരുപ്പിന്റെ വാറഴിക്കാൻ യോഗ്യതയുള്ള ഏതെങ്കിലും ഒരുവൻ നിങ്ങളുടെ ആരുടെയെങ്കിലും പാളയത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ കൊണ്ടുവാ, കൊണ്ടുചെന്ന് എന്താ സംഭവിക്കാൻ പോകുന്നത്?